അല്ല എന്നാലും അങ്ങനെ ഈ പരുന്തുവാസം എന്നുള്ള പേര് എവിടെ നിന്ന് കണ്ടുപിടിച്ചു? പരുന്തുവാസം എന്ന് പറയുന്ന പേര് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മളെല്ലാം ഇവിടെ ഞാനിപ്പോൾ കളിക്കുന്ന GTA 5 റോൾ പ്ലേ എന്ന് പറയുന്ന ഒരു ഗെയിമിനകത്ത് നമുക്ക് കളിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ക്യാരക്ടർ നെയിം വേണം. അപ്പോൾ ആ സമയത്ത് അന്ന് ഇത് കളിക്കുന്ന കുറേ സ്ട്രീമേഴ്സ് ആയിട്ടുള്ള ഒരു കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഓരോ പേരുകളുണ്ട്. ഇപ്പോൾ പെൺകുട്ടികളാണ് അമ്മുക്കുട്ടി, അങ്ങനെ ഓരോരോ പേരുകളുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പേരിട്ടാലേ കയറി. ഇപ്പം എൻ്റെ റിയൽ ലൈഫിലെ പേര് ദിലിൻ ദിനേശ് എന്നാണ്. അപ്പോൾ ഒരു ക്യാരക്ടറിന് അതിട്ടാൽ ഭയങ്കര ശോകമായിരിക്കും മനസ്സിലായി. പിന്നുള്ളത് ഈഗിൾ എന്നാണ്. അപ്പോൾ ഈഗിൾ ഗെയിമിംഗ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കി, അത് എന്തായാലും ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് കോമഡി ആയിട്ടുള്ള കഥാപാത്രത്തെയും അതേപോലെ തന്നെ കുറച്ചൊരു എന്താ പറയുക നാടൻ കഥാപാത്രം എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ ഐഡിയ ആണത്, നമുക്ക് ഇഷ്ടമുള്ള പേരിടാം. അപ്പോൾ ഈഗിൾ എന്നുള്ള പേര് പരുന്ത് എന്നൊന്ന് മലയാളത്തിലാക്കി. പിന്നെ ഈ വാസു എന്നുള്ള സാധനം എങ്ങനെ ഒരു ടൈലിൽ അതേപോലെ ഒരു സാധനം കൊണ്ടുവന്നതാണ്. അങ്ങനെ ഒരു മിക്സർ ആയിട്ട് പരുന്ത് വാസു എന്നിട്ട് ആദ്യം ഞാൻ പ്ലാൻ ചെയ്തോണ്ട് ഒരു പരുന്ത് വേലായുധം എന്നൊക്കെ ഞങ്ങൾ ഓരോ നെയിം ഇങ്ങനെ സോർട്ട് ചെയ്യുമായിരുന്നു. അപ്പൊ ഇത് എനിക്ക് ആ സമയത്ത് എന്റെ കൂട്ടത്തിൽ ഒരു പയ്യൻ ഇങ്ങനെ മോഡറേറ്റഡ് ആയിട്ടുള്ള ഒരു പയ്യൻ സജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇട്ടതാണ് ഈ പരുന്ത് വാസു എന്ന് പറയുന്നത്.